ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ചോദിച്ച ഒരു വിഷയം ഇവിടെ സ്പ്രേ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. സ്പ്രേയിലൊക്കെ ആൽക്കഹോൾ ഉണ്ടെന്ന് കാണുന്നുണ്ട് അല്ലെ? ഈ മറ്റേ ഡിയോഡറന്റിലും അത് നമ്മുടെ ബോഡി സ്പ്രേയിലൊക്കെ സെന്റിൽ കാണൂല, പക്ഷെ സാധാ സ്പ്രേകളൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ആൽക്കഹോൾ എന്നത് മുസ്കിറാണ്, മത്ത് പിടിപ്പിക്കുന്നതാണ്. കുല്ലു മുസ്കിറിൻ നജസുൻ, അങ്ങനെ മത്ത് പിടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ നജസാണ്. അപ്പൊ ശരീരത്തിലായ നജസാവൂ എന്നൊക്കെയാണ്. ഞാനത് കുറെ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പേടിച്ചിട്ട് സ്പ്രേ ഉപയോഗിക്കാറില്ലായിരുന്നു. അപ്പോ അതിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയപ്പോ ആ വിഷയം കുഴപ്പമില്ല. അതിനെപ്പറ്റി ഉലമാഇനൊക്കെയുള്ള അഭിപ്രായം ജായിസാണ്. കാരണം അത് ആൽക്കഹോളിന്റെ ഒരു രുചിയോ ഒരു മണമോ ഒരു ടേസ്റ്റോ ഒന്നും അതിനില്ല. അത് ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ കണ്ടന്റ് അതിന്റെ ഇൻഗ്രീഡിയൻസിൽ കാണാം. പക്ഷെ അതെന്തില്ല, പ്രത്യക്ഷത്തിൽ അറിയുന്ന നിറമോ മണമോ രുചി ഒന്നും അതിന് കാണപ്പെടും. അതിലങ്ങ് അലിഞ്ഞില്ലാതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് അത് ജായിസാണ്. അതുകൊണ്ട് സ്പ്രേ അടിച്ചുകൊണ്ട് നജസ് ദേഹത്താക്കി എന്നൊന്നും വിചാരിക്കണ്ട എന്നാണ് ഉലമാന്റെ അഭിപ്രായം. ഒരു പക്ഷം ആലിമീങ്ങൾ കറാഹത്ത് ഒഴിവാക്കിയാൽ നല്ലത് എന്ന അഭിപ്രായക്കാരുണ്ട്. ഞാൻ ദുബൈയിലെ ക്ലാസ്സിൽ വിഷയം പറഞ്ഞു, നമ്മളെ ഹക്കീം ഫൈസി അപ്പൊ തന്നെ പറഞ്ഞു, ശംസുൽ ഉലമയോട് അന്ന് സുഹൃത്തുക്കൂട് കുട്ടികൾ ശിഷ്യന്മാർ ചോദിച്ചിരുന്നു ശംസുൽ ഉലമയോട് ഈ സ്പ്രേനെ പറ്റി, അത് ഹറാമാണോ ഹലാലാണോ ആൽക്കഹോൾ ഉള്ളത്? ഉസ്താദ് പറഞ്ഞു, പോൽ അള്ളാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ ഹറാമാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോ അൽഹംദുലില്ലാ ആ വിഷയം അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യണ്ട, വെറുതെ എല്ലാം ഹറാമാക്കേണ്ട ആവശ്യമുണ്ടോ? ഹറാമാണത് ഹറാമായാൽ മതി കേട്ടോ. അപ്പൊ അതിൽ കുഴപ്പമില്ല. ഞാനും ഇപ്പൊ സ്പ്രേ ഒക്കെ വാങ്ങണം, ഇതുവരെ ഒന്നും വാങ്ങിച്ചില്ല. അപ്പോ സെന്റിലും സ്പ്രേയിലും എക്സ്ട്രാ വാഗൻസ് ഇല്ലാന്ന ഒരാള് അമിത ധൂർത്തി ചെയ്യാന്ന് പറഞ്ഞ പണി സ്പ്രേയിൽ ഇല്ലാന്ന്. അത് നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞ ഞങ്ങൾ തെറ്റിദ്ധരിക്കും. ഒരു ഹദീസ് അങ്ങനെ ഉണ്ട്, സ്പ്രേയും ഈത്തപ്പഴവും ഒരാൾക്ക് ഹദിയ കൊടുത്താൽ റിജക്ട് ചെയ്യാൻ പാടില്ല എന്നാ. സ്പ്രേക്ക് എത്ര വിലയാണെങ്കിലും കഴിവുള്ളവൻ വാങ്ങിക്കോന്ന. കാരണം അത് ഒരാൾ ആദ്യം മണക്കുള്ളൂ, പിന്നെ മണക്കണതൊക്കെ ബാക്കിയുള്ളവരാണെന്ന്. അത് ബാക്കിയുള്ളവർക്കുള്ള സ്വതക്കയാ. പിന്നെ നമുക്ക് മണക്കൂല സ്പ്രേ, അത് അടുത്തുള്ളവർക്ക് മണക്കുള്ളൂ. അതുകൊണ്ട് അത് എത്ര വില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെല്ലാം വളരെ കർക്കശമായി കുറച്ച് ഉപയോഗിച്ചിരുന്ന തങ്ങൾ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, നല്ല വില പിടിപ്പുള്ളത് തങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്തേ? അത് സ്വതക്കയാണെന്ന്. അതിൽ പിശുക്കേണ്ട ആവശ്യമില്ല.